അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ രണ്ടാം ഭാഗത്തിലെ ഏഴാമത്തെ പാഠം അഹ്കാമുൽ മീമി സാക്കിന. ഇതുവരെ നമ്മൾ പറഞ്ഞത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ അഞ്ചെണ്ണാണെന്ന് നമ്മൾ പഠിച്ചു. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇങ്ങനെ അഞ്ചെണ്ണം. എന്നാൽ സാക്കിനായ മീമിന് എത്രണ്ണം ഉണ്ട്, അവകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണിത് പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സാക്കിനായ മീമിന് ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ എന്നിങ്ങനെ 3 വിധികളുണ്ട്. താഴെ കൊടുത്ത ആയത്തുകളിൽ അടിവരയിട്ട ഭാഗം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. അപ്പോൾ സാക്കിനായ മീമിന് എത്ര വിധികളുണ്ടെന്നാണ് പറഞ്ഞത്? 3 വിധികളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ഇദ്ഗാം, മറ്റൊന്ന് ഇഖ്ഫാ, മറ്റൊന്ന് ഇദ്ഹാർ. ഇങ്ങനെ 3 എണ്ണമാണ് ഏതിനുള്ളത്? സാക്കിനായ മീമിനുള്ളത്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ 5, സാക്കിനായ മീമിൻ്റെ വിധികൾ 3, ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ. ഇനി താഴെ കാണിച്ച ഉദാഹരണങ്ങൾ, അടിവരട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അർജുലുഹും ബിമാ, അർജുലുഹും ബിമാ. ഇവിടെ സാക്കിനായ മീമ് വന്നില്ല, ഹാഇന് ശേഷം സാക്കിനായ മീമ് വന്നു. ആ മീമിന് ചില സമയത്ത് ചിലപ്പോൾ ആ മീമ സുക്കൂൻ ഉണ്ടാകും, അല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാകില്ല. 2 രൂപത്തിൽ വന്നാലും അത് സാക്കിനായ മീമാണ്. അപ്പോൾ അർജുലുഹും ബിമാ, ഇവിടെ സാക്കിനായ മീമിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ബാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ ഓതണം? അർജുലുഹും ബിമാ. എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. അടുത്ത് ഖബ്ലഹും മിൻ, ഖബ്ലഹും മിൻ. സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നു? മീമ് വന്നു. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു. അപ്പോൾ എങ്ങനെ ഓതണം? ഖബ്ലഹും മിൻ, മണിച്ചുകൊണ്ട് ഉന്നത്തി ചെയ്തുകൊണ്ട് ഓതണം. അടുത്ത് മിൻഹും ബത്ശതൻ, മിൻഹും ബത്ശൻ, മിൻഹും ബ, മിൻഹും ബ. സാക്കിനായ മീമ് ശേഷം ഏത് വന്നു? ബ വന്നു. ഇനി അടുത്തത് അലൈഹിം ബി മുസൈത്തിർ, അലൈഹിം ബി. സാക്കിനായ മീമിന് ശേഷം ഏതാ അവിടെ വന്നത് അക്ഷരം? ബ ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അവിടുത്തെ വിഷയം എന്താ നോക്കാം. ഈ ആയത്തുകളിൽ ചിലതിൽ സുക്കൂനുള്ള മീമിന് ശേഷം മീമും മറ്റു ചിലതിൽ മീമിന് ശേഷം ബാഉമാണ് വന്നിട്ടുള്ളത്. മീമിനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം, മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ സാക്കിനായ മീമിൻ്റെ വിധികൾ 3 എണ്ണമെന്ന് പറഞ്ഞു. ഒന്ന് ഇദ്ഗാമാണ്, മറ്റൊന്ന് ഇഖ്ഫാ ആണ്, മറ്റൊന്ന് ഇദ്ഹാറാണ്. എപ്പോഴാണ് ഇദ്ഗാം ഉണ്ടാവുക? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലാണ് എന്തുണ്ടാവുക? ഇദ്ഗാം ഉണ്ടാവുക. ഏതുണ്ടാവുക? ഇദ്ഗാം. എവിടെ? ഇത് കണ്ടോ ഇവിടെ. ഖബ്ലഹും മിൻ, സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നു? മീമ് വന്നു. അപ്പോൾ സാക്കിനായ മീമിന് ശേഷമുള്ള മീമിലേക്ക് ചേർത്ത് ശബ്ദുള്ള അക്ഷരമായി ഉച്ചരിച്ചു. അതിനുള്ള ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഓതണം? ഖബ്ലഹും മിൻ, ഇദ്ഗാമോട് കൂടെ ഉന്നത്തും കൂടെ വരണം. ഓക്കെ. ഇനി സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ അത് ഇഖ്ഫാ ആണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ ബാ എന്നാൽ ഇഖ്ലാബ് എന്നാണ് പറഞ്ഞത്. എന്നാൽ സാക്കിനായ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ അതിന് ഇഖ്ഫാ എന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഓതണം? ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കാന്നല്ലേ. അപ്പോൾ മീമിനെ ബായിലേക്ക് അങ്ങോട്ട് ചേർക്കണം. അതെങ്ങനെ? അർജുലുഹും ബിമാ, അർജുലുഹും ബിമാ, അങ്ങനെ ആ രൂപത്തിൽ. അടുത്ത ഉദാഹരണം നോക്കാം. മിൻഹും ബത്ശൻ, മിൻഹും ബത്ശൻ. സാക്കിനായ മീമിനെ ബായിലേക്ക് എന്ത് ചെയ്തു? മറച്ച് മണിച്ചു. അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുക എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഉദാഹരണം, അടിയിൽ കൊടുത്ത ഉദാഹരണം, അവിടെയും സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. അലൈഹിം ബി മുസൈത്തിർ, അലൈഹിം ബി മുസൈത്തിർ. അപ്പോൾ 2 വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. സാക്കിനായ മീമിൻ്റെ ഒന്ന് ഇദ്ഗാമും പറഞ്ഞു, മറ്റൊന്ന് ഏതും പറഞ്ഞു? ഇഖ്ഫാവും പറഞ്ഞു. ഇനി മീമിൻ്റെ ഇദ്ഗാമും ഇഖ്ഫാവും നമുക്ക് കൂടുതൽ പരിശീലിക്കാം. മീമിൻ്റെ ഇദ്ഗാമും ഇഖ്ഫാവും നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പരിശീലിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഈ പാഠത്തിലെടുത്തിട്ട് ഈ പാഠത്തിലുള്ള ഭാഗങ്ങളിൽ ഈ പിന്നെ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നതും സാക്കിനായ മീമിന് ശേഷം ബാ വന്ന്
ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, അടിവരയിടുക എല്ലാ ഭാഗത്തെയും. ഇപ്പം നമുക്കിവിടെ നോക്കാം. അൻകുമ്മിൻ, അവിടെ എന്താ സാക്കിനായ മീമിന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ഗാമാണ് അവിടെ. അപ്പോൾ ഇദ്ഗാം ചെയ്യണം. തൊട്ടടുത്ത് തന്നെ അടുത്തത് ഷുഹദാഅകുമ്മിൻ, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു. അവിടെയും ഏതാണുള്ളത്, ഇദ്ഗാമാണുള്ളത്. അവിടെയും ഇദ്ഗാമാണുള്ളത്. തൊട്ടടുത്ത ഉദാഹരണം നോക്കാം. ലഹുമ്മിൻ, ലഹുമ്മിൻ, അവിടെ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു, ഇദ്ഗാം ചെയ്യുന്നു. അപ്പോൾ ഓരോ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലും സാക്കിനായ മീമിന് ശേഷം ബാ വന്നതൊക്കെ അടിവര ഇടുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, കൂടുതൽ ഓതി പാരായണം ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് ഏതാണ്, സാക്കിനായ മീമിന് ശേഷം ബാ വരുന്നതാണ്. എങ്ങനെ ഓതും? വജസാഹും ബിമാ, വജസാഹും ബിമാ, ഹും ബി, സാക്കിനായ മീമിന് ശേഷം ബാ വരുന്നു. ബാ വന്നാൽ എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. ഇനി അടുത്തത് അർജുലുഹും ബിമാ, അർജുലുഹും ബിമാ, അവിടെയും സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. അടുത്ത് അയ്യുഹും ബിദാലിക, അയ്യുഹും ബിദാലിക, സാക്കിനായ മീമിന് ശേഷം ബാ വരുന്നു. ഇനി അടുത്തത് അത്അമഹും മിൻ, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ ഇഖ്ഫാ ചെയ്യണം. ഇനി ഇഖ്ഫാന് മറ്റൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, റബ്ബിഹ്കും ബിൽ, റബ്ബിഹ്കും ബിൽ, കണ്ട മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നു, ബാ വന്നു. അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യുന്നു. ഇങ്ങനെ പാഠത്തിൽ കൊടുത്ത ഓരോ ഉദാഹരണങ്ങളും അടിവര ഇട്ടതിന് ശേഷം കൃത്യമായിട്ട് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് അടിവരയുടെ സാക്കിനായ മീമിന് ശേഷം ബാ ആണോ മീമാണോ വന്നത് അവിടെ മാത്രം. വേറെ അക്ഷരങ്ങളൊക്കെ കാണാൻ സാക്കിനായ മീമിൻ്റെ, അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലും സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് പ്രത്യേകം ചെയ്യുക, അടയാളപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ഓതി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തത് നക്തശിബു മിനൽ ആയാത്തിൽ ആത്തിയതി വവാലിയ ഇഖ്ഫാഇൽ മീമി വ ഇദ്ഗാമിഹ വൽ ഇദ്ഹാർ. സാക്കിനായ മീമിൻ്റെ 3 വിധികളാണ് പറഞ്ഞത്. ഒന്ന് ഇഖ്ഫാവും, ഒന്ന് ഇദ്ഗാമും, മറ്റൊന്ന് ഇദ്ഹാറും. ഈ 3 ആ 3 ഇതിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ഹാർ എന്താണെന്ന് ഇപ്പോൾ നമ്മളെ പാഠത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ഈ ബാओ മീമോ അല്ലാത്തത് വന്നാൽ എങ്ങനെ, സാക്കിനായ മീമിന് ശേഷം ബാവും അതുപോലെ തന്നെ മീമും അല്ലാത്ത അക്ഷരം ഏത് വന്നാലും എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദാഹരണം വായിക്കുമ്പോൾ അവിടെ പറയാം. ഇവിടെ അടിവര ഇട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അൻകുമ്മിൻ, അൻകുമ്മിൻ, സാക്കിനായ മീമിന് ശേഷം അവിടെ എന്ത് വന്നു, മീം വന്നു. അപ്പോൾ ഇദ്ഗാം ചെയ്യുന്നു. അടുത്ത് ലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലക്കും തഷ്കുറൂൻ, സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം. കാരണം സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വന്ന് താ ആണ് വന്നിട്ടുള്ളത്. താ ഈ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. സാക്കിനായ മീമിൻ്റെ വിധിയിൽ അത് ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇദ്ഗാമിൻ്റെ അക്ഷരം ബാ, ഇദ്ഗാമിൻ്റെ അക്ഷരം മീമും ഇഖ്ഫായിൻ്റെ അക്ഷരം ബാവും. ഈ 2 ഒഴിച്ച് ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും അതൊക്കെ ഏതാണ്, ഇദ്ഹാറാണ്. ഇനി അടുത്ത് ലഅല്ലക്കും തഹ്തദൂൻ, അവിടെ എന്താ വന്നത്, സാക്കിനായ മീമിന് ശേഷം താ ആണ് വന്നത്. അപ്പോൾ വെളിവാക്കി, മീമിനെ വെളിവാക്കിയിട്ട് ഓതണം. ഇനി അടുത്ത് ഇന്നക്കും ളലംതും അൻഫുസക്കും, ഇവിടെ ഇന്നക്കും എന്നുള്ളിടത്ത് സാക്കിനായ മീമിൻ്റെ ശേഷം ലോ ആണ് വന്നത്. അവിടെ നമ്മൾ ഇദ്ഹാർ ചെയ്യുന്നു. അടുത്തത് ളലംതും അൻഫുസക്കും, അവിടെ സാക്കിനായ മീമിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ വെളിവാക്കി ഓതണം, കാരണം ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഹംസ. അടുത്തത് അൻഫുസക്കും ബിത്തിഖാദി, അൻഫുസക്കും ബിത്തിഖാദി, കാരണം എന്താ, അവിടെ നമ്മൾ മണിച്ചിട്ടാണ് ഓതിയത്. എന്താ കാരണം, സാക്കിനായ മീമിന് ശേഷം അവിടെ ബാ ആണ് വന്നത്. ബാ ഏതിൻ്റെ അക്ഷരമാണ്, ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ അവിടെ ഇഖ്ഫായി ചെയ്തിട്ട് ഓതണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബാവും മീമും അല്ലാത്ത ഏത് സ്ഥലങ്ങളിൽ ഏത് അക്ഷരങ്ങൾ വന്നാലും, എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരങ്ങൾ വന്നാലും ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കുക. ഇലാ ബാരിഇക്കും ഫഖ്തുലു,
ഇലാ ബാരിഇക്കും ഫഖ്തലു സാക്കിന മീമിന് ശേഷം ഫാ വന്നു ഇദ്ഹാർ ചെയ്യുന്നു. അടുത്ത അൻഫുസകും ദാലിക്കും അംഫുസക്കും ദാലിക്കും സാക്കിന മീമിനെ വെളിവാക്കി ഓതണം, കാരണം സാക്കിന മീമിന് ശേഷം ദാലാണ് വന്നത്. അടുത്തത് ഖൈറുല്ലക്കും ഇൻദ ഖൈറുല്ലക്കും ഇൻദ അവിടെയും സാക്കിന മീമിന് ശേഷം ഐനാണ് വന്നിട്ടുള്ളത്, ബാവും മീമും അല്ല. ബാവും മീമും ആണെങ്കിലാണ് നമുക്ക് മണിക്കൽ വരുന്നത്. ഇദ്ഗാം ഇഖ്ഫാ ഇവിടെ ഐനാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഇവിടെ കാണുന്ന ഈ ഉദാഹരണങ്ങളിലൊക്കെ എന്താണ് വന്നിട്ടുള്ളത്? ഇദ്ഹാറാണ് വന്നിട്ടുള്ളത്. ഈ ഉദാഹരണത്തിൽ തുമ്മ ബാസിനാക്കും അവിടെ സാക്കിന മീമിന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്, ഇദ്ഗാം ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതും? തുമ്മ ബാസിനാക്കും മിൻ ബാസിനാക്കും മിൻ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉന്നത്ത് ചെയ്തു ഓതണം. അടുത്തതും കാണുന്നത് ലാമാണ്. സാക്കിന മീമിന് ശേഷം ഇവിടെ ലാമാണ് കാണുന്നത്. അങ്ങനെ ലാമ് വന്നാൽ ഇദ്ഹാർ വേണോ? ഇവിടെ സാക്കിന മീമിന് ശേഷം ലഅല്ലക്കും തഷ്കുറു എന്നുള്ളത് സാക്കിന മീമിന് ശേഷം താ ആണ് കാണുന്നത്. അവിടെയും നമ്മൾ എങ്ങനെ ഓതണം? ഇദ്ഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ, മീം വന്നാൽ ഇദ്ഗാം, ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, സാക്കിനായ മീമിൻ്റെ വിധികൾ എത്രയാണ്? ആൻസർ 3. ഇനി രണ്ടാമത്തെ എന്താ? സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതെല്ലാമാണ്? ഒന്ന് ഇദ്ഗാം, മറ്റൊന്ന് ഇഖ്ഫാ, മറ്റൊന്ന് ഇദ്ഹാർ. മൂന്നാമത്തെ ചോദ്യം, ഇദ്ഗാമിന് ഒരു ഉദാഹരണം എഴുതുക. ഏതാ ഉദാഹരണം? ഇത് നമ്മൾക്ക് ഖബിലിക്കും മിനൽ ജിന്ന് ഖബിലിക്കും സാക്കിന മീമിന് ശേഷം മീം വന്നു, അതാണ് ഇദ്ഗാമിനുള്ള ഉദാഹരണം. അടുത്ത ഇഖ്ഫായിന് ഉദാഹരണം ഇതല്ല. എങ്ങനെ? അംബിഉഹും ബിമാ അംബിഉഹും ബിഅസ്മാഇഹിം അംബിഉഹും ബിഅസ്മാഇഹിം സാക്കിന മീമിന് ശേഷം ബാ വന്നു. ഇവിടെ സാക്കിന നൂനിന് ശേഷം ബാ കാണുന്നുണ്ട്. അത് സാക്കിന നൂനിൻ്റെ വിധികളിൽപ്പെട്ടതാണ്. അത് ഇഖ്തിലാബാണ്. ഇവിടെ നമ്മളെ പാഠബന്ധിനെ കുറിച്ചാണ്, സാക്കിന മീമിനെ കുറിച്ചാണല്ലോ. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്നപ്പോൾ അവിടെ എങ്ങനെ ഓതണം? ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഓതണം. അംബിഉഹും ബിഅസ്മാഇഹിം ആ രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നാലാമത്തേത് ചോദ്യം, ഇദ്ഹാറിന് ഒരു ഉദാഹരണം എഴുതുക. ഇദ്ഹാറിൻ്റെ ഒരു ഉദാഹരണം എന്ത് ചെയ്താ? വമാ കുന്തും തക്തുമൂൻ കുന്തും സാക്കിനായ മീമിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാക്കിനായ മീമിന് ശേഷം താ വന്നു. താ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം. വാർഷിക പരീക്ഷയ്ക്ക് കുട്ടികൾ നന്നായി പ്രയാസപ്പെടുന്ന സംഗതിയാണ് സാക്കിനായ നൂനും തൻവീനും സാക്കിനായ മീമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക എന്നുള്ള വിഷയം. അത് പ്രത്യേകം ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ ആണ് സാക്കിനായ നൂനിലും തൻവീനിലും. ഇഖ്ഫായിൻ്റെ അക്ഷരം സാക്കിനായ മീമിൽ ഇഖ്ഫായിൻ്റെ അക്ഷരം ബാ ആണ്. അത് മീമിന് ശേഷമാണ് ബാ വന്നാൽ ഇഖ്ഫാ ആവുക. അപ്പോൾ ഉദാഹരണങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂഷനാക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യണമെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികളിൽ പറയുന്നിടത്ത്, അതുപോലെ തന്നെ സാക്കിനായ മീമിൻ്റെയും അതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മളെ പരീക്ഷയ്ക്ക് കാണാം. ചേരുമ്പടി ചേർക്കാനായിട്ടും ശരി അടയാളപ്പെടുത്താനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇനി തഖ്സീസ്, ഒന്ന് നഖറ സൂറത്തുൽ മുസമ്മിൽ വൽ മുദ്ദത്തിർ വനക്തശിബു മിന്നാ മവാദിഉൽ ഇഖ്ഫാഇൽ മീമി വ ഇദ്ഗാമിഹാ. ഈ സൂറത്തുൽ മുസമ്മിലും സൂറത്തുൽ മുദ്ദത്തിറും പാരായണം ചെയ്യുക. എങ്ങനെ? അതിൽ വരുന്ന സാക്കിന മീമിന് ശേഷം വരുന്ന ഇഖ്ഫാഇൽ സാക്കിന മീമിൻ്റെ വിധികളാകുന്ന ഇഖ്ഫാവും ഇദ്ഗാമും അത് രണ്ടും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തേത് നഹ്ഫദ് സൂറത്ത് ഷറഹ് ഹിഫ്ലാഖാന് വൽ അൽഫാദൽ ഇജാബത്തി ലിൽ അദാനി വൽ ഇഖാമത്തി ബാങ്കിൻ്റെയും വാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇജാബത്ത് അതിന് കൊടുക്കുന്ന മറുപടികളുണ്ടല്ലോ. ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. തജ്വീദുൽ ഖുർആൻ്റെ ബാക്ക് സൈഡിൽ അത് പറയുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് കാണാതെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.